ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് വെളി പോകാൻ ഒരു ചെറിയ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലാവസ്ഥ അത്രയും റെഡി അല്ലാത്ത കാരണം ഇന്ന് നമ്മൾ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ഇടാൻ തീരുമാനിച്ചു. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്ന ചിക്കനാണ്. ഇന്നത്തെ കാലാവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇങ്ങനെയാണ് ഇന്നത്തെ കാലാവസ്ഥ. മഴ പെയ്യുവോ മഴ പെയ്യാതിരിക്കുവോ എന്താണ് ഒരു ഐഡിയ ഇല്ലാത്ത കാരണം ഞാൻ ഇന്ന് വീട്ടിൽ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു. ഗൈസ്, അപ്പം എന്തായാലും വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് എന്നാൽ എന്തെങ്കിലും ഒരു ചില്ല് പരിപാടി ആക്കാന്ന് ഓർത്തു. പിന്നെ അവധിയുള്ള ദിവസം നമുക്ക് ഫുഡ് ഉണ്ടാക്കില്ല കഴിക്കില്ല, അതാ ഏറ്റവും ചില്ല് പരിപാടി. ഒന്നെ കറങ്ങലല്ല, എന്തെങ്കിലും കഴിച്ചു കുടിച്ചിരിക്കില്ല. എന്നാൽ അപ്പം ഇന്ന് എൻ്റെ ഒരു ചിക്കൻ കറീൻ്റെ ചെറിയ റെസിപ്പി ഒന്നും ഇല്ല കേട്ടോ, ഉള്ള സാധനം വെച്ച് എങ്ങനെയും ഉണ്ടാക്കി കാണിച്ചു തരാൻ ശ്രമിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടെ പണി ആയുധങ്ങളിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഗൈസ്, ആദ്യം നമ്മുടെ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് പതുക്കെ ഓരോന്നായിട്ട് നമുക്ക് കറി വെച്ചത്. ഇത് ചിക്കനാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഉള്ളി വേണം, ഇഞ്ചി വേണം, 2-3 പച്ചമുളകും വേണം, പിന്നെ ഒരു തക്കാളിയും 2 സവോളയും വേണം ഗൈസ്. അതുപോലെ നമുക്ക് ഇതെല്ലാം മുറിക്കാൻ വേണ്ടി കട്ടിംഗ് ബോർഡ് വേണം, നല്ലൊരു നൈഫും വേണം. ഇനി ഗൈസ്, നമ്മളെല്ലാം ഓരോന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞു തുടങ്ങണം. ആദ്യം ഉള്ളിയും തന്നെ തുടങ്ങാം. ഈ ഒരു ലെയർ അങ്ങ് കളയും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ, ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഗൈസ്. ഞാൻ വലിയ കുക്കോ സംഭവമൊന്നും അല്ല കേട്ടോ. ഇത് നമ്മൾ ഇവിടെ സാധാരണ ഉണ്ടാക്കുന്നത് പോലെ ഞാനങ്ങ് തന്നെ അവിടെ ഇവിടെ ഒക്കെ കണ്ട് പഠിച്ചതാണ്. പിന്നെ ആദ്യം ഇവിടെയൊക്കെ വന്നപ്പം തൊട്ട് നമ്മൾ സ്ഥിരം ഇത് തന്നെയായിരുന്നു. ഒറ്റയ്ക്കായിരുന്നപ്പോഴും എപ്പോഴായിരുന്നാലും നമുക്കൊരു പാർട്ടിയോ പരിപാടിയോ എന്തെങ്കിലുമൊക്കെ വെക്കുമെങ്കിലും എല്ലാം ഇത് തന്നെയായിരുന്നു. നമ്മൾ ചിക്കൻ കറി, ബീഫ് കറി, അങ്ങനെ ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കുമായിരുന്നു ഗൈസ്. അങ്ങനെ ഉള്ളിൻ്റെ കാര്യം തീർന്ന് ഇനിയിപ്പം നമുക്കിതെല്ലാം ഓരോരോ സ്ഥലത്തോട്ട് മാറ്റി മാറ്റി വെക്കാം. കട്ടിംഗ് ബോർഡ് ചെറുതാണ്. ഗൈസ്, ഉള്ളി എന്നെ ചെറുതായിട്ടൊന്ന് കരയിപ്പിച്ചു. നമുക്കിനി വെളുത്തുള്ളീൻ്റെ പുറകെ പോവാം. ഒരു 3-4 അല്ലി മതി കേട്ടോ. ഇത് ചൈനീസ് വെളുത്തുള്ളി ഇവിടെ കിട്ടുന്നതെല്ലാം. അത്യാവശ്യം വലുതാണ് ഈ സാധനം. അപ്പം ഗൈസ്, വെളുത്തുള്ളി എല്ലാം പൊളിച്ച് ഇങ്ങനെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ അടുത്ത ഇര, അത് ഇഞ്ചിയാണ്. അവനെ പൊളിച്ച് അവനെ ചെറുതായിട്ട് ഡൈസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിനെയും ചെറുതായിട്ട് ഡൈസ് ചെയ്യാം. ഇതിൻ്റെ പകരം വേണേ പേസ്റ്റ് ഇടാൻ കേട്ടോ, ഗാർലിക്കിൻ്റെയും ഇതിൻ്റെയും ജിഞ്ചറിൻ്റെ പേസ്റ്റ് ഇടാം. പക്ഷെ പേസ്റ്റിനുണ്ടല്ലോ ഏതോ ഒരു വല്ലാത്ത ചൊവയും വരും, അതുകൊണ്ട് ഞാനത് പ്രിഫർ ചെയ്യാത്ത. അപ്പോൾ ഗൈസ്, നമ്മുടെ അടുത്ത ഐറ്റം ചില്ലിയാണ്. ചില്ലി ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് മുളക് പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ചില്ലിക്ക് ചില്ലിൻ്റെ തന്നെ ഒരു സുഖമുണ്ട്. പിന്നെ ഞാൻ ഒരു അരമുറി തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ, ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഏകദേശം നമ്മുടെ അരിഞ്ഞ് തീരേണ്ട എല്ലാ ഐറ്റംസ് അരിഞ്ഞ് തീർന്നു കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകണം. ഞാൻ കുറേ നേരമായിട്ട് ചട്ടി തപ്പിയിട്ട് ചട്ടിയൊന്നും കിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു കുക്കർ ഇരിപ്പുണ്ട്. ആ കുക്കറാ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഗൈസ്. നമ്മുടെ ലാസ്റ്റ് ഐറ്റമാണ് ടൊമാറ്റോ. അതും സ്ലൈസും ചെയ്യാം, ഡൈസും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇച്ചിരി എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ സ്ഥിതിക്ക് ഇവനെ ഇവിടെ
ചെറുതായിട്ട് അരിഞ്ഞിടാൻ പോവുക. ഗൈസ് ഇനി നമുക്ക് വേണ്ട മസാലകളെല്ലാം എടുക്കാം. മുളക് പൊടി എടുക്കാം, ജീരകം കുറച്ചെടുക്കാം, കടുക് വേണം, പിന്നെ മഞ്ഞൾപ്പൊടി ഇവിടെ വെച്ചേക്കാം. ഇതാണ് ചിക്കൻ മസാല. ഇത് ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് ഈ ഐറ്റംസ്, പിന്നെ വെളിച്ചെണ്ണ ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി നമ്മുടെ പരിപാടി തുടങ്ങാം. അപ്പോൾ ഗൈസ് നമുക്ക് സംഭവം ഓൺ ചെയ്യാം. ഇതിനി ചൂടായി വരുന്നതിന് കുറച്ച് സമയം പിടിക്കും. ഇത് കോയില കേട്ടോ, നമ്മുടെ പോലെ ഫയറല്ല. ഇത് കുറച്ച് ടൈം പിടിക്കും. നമുക്ക് അത് കഴിഞ്ഞ് എണ്ണ ഇട്ടിട്ട് കടുകിടാം. ഗൈസ് സംഭവം ചൂടായി വന്നിട്ടുണ്ട് നമ്മുടെ കുക്കർ. അത് ഇച്ചിരി എന്തെങ്കിലും വെള്ളമുണ്ട്, എല്ലാം ഇപ്പം പോവും. ഇനി നമ്മൾ വെളിച്ചെണ്ണ ഇടണം. ഗൈസ് നമ്മുടെ എല്ലാ സാധനം ചൂടായിരിക്കുന്ന ഒരു സ്പാച്ചുല അങ്ങ് എടുത്തേക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേന്ന് ഓരോരോ ഐറ്റം വെച്ച് ഇട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാൻ ഇടുന്നത് വെളുത്തുള്ളിയാണ്. ഇഞ്ചി വെളുത്തുള്ളി ആദ്യമേ തട്ടിയിടും. പിന്നെ അത് കുറച്ച് നേരം ഒന്ന് കറക്കിയിട്ട് പിന്നെ നമുക്ക് ഉള്ളി ഇടണ്ടേ. ഗൈസ് ഇപ്പം വെളുത്തുള്ളിയും ഐറ്റവും എല്ലാം ഒന്ന് റെഡിയായി വരുന്നുണ്ട്. ചെറുതായിട്ട് ബ്രൗൺ ആയി തുടങ്ങും ഇപ്പം. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളി ഇടാം. ഗൈസ് ഇപ്പം ഞാൻ പച്ചമുളകും അങ്ങ് ഇടുക, ഉള്ളി അങ്ങ് ഇടാൻ പോവുക. കുക്കറായതുകൊണ്ട് ചിലപ്പം കരിഞ്ഞൊക്കെ പോകും. അതുകൊണ്ട് ആദ്യമേ ഇതെല്ലാം ഇട്ടേക്കാം. ടേസ്റ്റൊക്കെ ലാസ്റ്റ് നമുക്ക് സെയിം ആക്കി എടുക്കാൻ പറ്റും. അത് സീനൊന്നും ഇല്ല. എല്ലാവർക്കും എങ്ങനെ വേണേലും ഉണ്ടാക്കാം. അത് ടേസ്റ്റൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കും. ഇഷ്ടമുള്ള രീതിയിൽ കുക്ക് ചെയ്യാൻ പഠിക്കുക. ഗൈസ് നമ്മുടെ ഉള്ളിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് പെട്ടെന്ന് സെറ്റാകാൻ നമുക്ക് കുറച്ച് ഉപ്പിടാം. ഇതും അങ്ങനെ പ്രത്യേകിച്ച് കണക്കില്ല കേട്ടോ, ഒരു ഐഡിയ വേണം. ഒത്തിരി ഇട്ടാൽ കൂടി പോകുന്നുള്ള. അപ്പം അങ്ങനെ ആദ്യം കുറച്ചേ ഇടാവുള്ളൂ എന്ത് ഇട്ടാലും. പിന്നെ കുറയുന്നതനുസരിച്ച് നമുക്ക് റെഡിയാക്കാം. ഇതിപ്പോൾ ഒന്ന് റെഡിയായി വരും. ഗൈസ് സംഭവം ഏകദേശം വാടാറായി. നമുക്ക് 2 അഭ്യാസമൊക്കെ കളിക്കാം ഇതിനകത്ത്. ഒന്നെല്ലാം റെഡിയായി ഒന്ന് താഴെ ഒട്ടാതിരിക്കാനായിട്ട്. ഗൈസ് ഇതിപ്പം റെഡിയായി. നമുക്കിനി ടൊമാറ്റോ ഇതിനകത്തേക്കാം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഐറ്റം. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മസാല ഇടാൻ തുടങ്ങും. ഗൈസ് നമ്മുടെ ചെറിയ റോസ്റ്റ് പോലെ ഐറ്റം റെഡി ആകുന്നുണ്ട്. ഇനി നമുക്ക് പതുക്കെ മസാല ഇട്ട് തുടങ്ങാം. ആദ്യം മഞ്ഞൾ പൊടിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം പരിപാടി. ഇത് ടേബിൾ സ്പൂൺ, അത് ഞാൻ പറഞ്ഞു തരാം, നോക്കട്ടെ. ഇതൊരു 1/2 ടീസ്പൂൺ കാണും കേട്ടോ, 1/2 ടീസ്പൂൺ ഐറ്റം കാണും. നമുക്കിനി കുറച്ച് ജീരകപ്പൊടി ഇടാം. അടുത്ത നമ്മൾ ഇടാൻ പോകുന്ന മുളക് പൊടിയാണ്. പിന്നെ ഇനി ചിക്കൻ മസാല ഇടണം കേട്ടോ. ഗൈസ് ഇനി നമ്മുടെ ചിക്കൻ മസാല ഇടാൻ സമയമായിരിക്കുന്നു. ഇതും ഏകദേശം ഒരു 2 ടീസ്പൂൺ ഇട്ടു. ഓക്കെ ഗൈസ് നമ്മൾ ഇനി കുറച്ച് ചൂടുവെള്ളം അതിനകത്തോട്ട് ഇടണം, മസാല എല്ലാം കൂടെ കരിഞ്ഞു പോകും. ഇനി അത് ചെറുതായിട്ട് റോസ്റ്റ് പോലെ ആയിട്ട് നമുക്കത് ബാക്കി സെറ്റ് ചെയ്യാം. ചൂടുവെള്ളം ഇടണം കേട്ടോ. ഗൈസ് സാധനം നമ്മുടെ ചെറിയ റോസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ എടുത്തിടാം. അല്ല പിന്നീട് വെള്ളം ഇടേണ്ടി വരും. ചിക്കനിൽ നിന്ന് തന്നെ കുറേ നമ്മൾ ചിക്കൻ എല്ലാം കഴുകി ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ എടുത്ത് ഇങ്ങോട്ടോട്ട് ഇനി തള്ളിയിടാം. ഗൈസ് നമ്മൾ ചിക്കൻ ഇതിനകത്ത് കൊട്ടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് മസാല ഒന്നും പരട്ടി ഇതെടുത്തിട്ട് ഒരു 10 മിനിറ്റ് നോക്കാം എന്തോ ആവും ഇതിൻ്റെ അവസ്ഥയൊക്കെ. മീഡിയം ഫ്ലെയിമിൽ വെച്ചതാണ് ഇതെല്ലാം. ഗൈസ് നമ്മുടെ ചിക്കൻ കറി എന്തായെന്ന് ഇപ്പം നോക്കാം നമുക്ക്. ഏകദേശം 10 മിനിറ്റ് ആയി. അടി മോനെ, ഇത് അടിപൊളി കേട്ടോ, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഗൈസ്. നമുക്ക് ഇനി ഞാൻ നിങ്ങളെ കാണിക്കാം. ഗൈസ് വേണ്ട ഇരിക്കുന്നത് നമ്മുടെ ചിക്കൻ കറി ഏകദേശം സെറ്റ് ആകാറായി. ഇച്ചിരി വേവാനുണ്ട്. ഇത് വലിയ കഷ്ണം ഞാൻ മൊത്തത്തോടെ അങ്ങ് ഇട്ടു, അതുകൊണ്ട് കുറച്ച് ടൈം പിടിക്കും. പക്ഷെ ഏകദേശം റെഡി ആകാറായി. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. ഇനി കഴിക്കുമെങ്കിൽ നമുക്കറിയാം എങ്ങനെ ആയെന്നത്. ഗൈസ് നമ്മുടെ ചിക്കന് ഏകദേശം സെറ്റായി. ഇത് കണ്ടോ, ഗ്രേവിയൊക്കെ ആയി. ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന വെള്ളമായതെല്ലാം. ഇനി നമുക്കൊന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്യാം. എല്ലാം സെറ്റ്, എല്ലാം അടിപൊളി.
ഇനി നമുക്ക് 2 മിനിറ്റ് കൂടെ വെച്ചിട്ട് ഇത് വെന്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് എടുത്ത് കഴിക്കാം. ഗൈസ് നമ്മുടെ കറിയായി. ഇനി നമുക്കിതിനെ എടുത്ത് മാറ്റാം. ഗൈസ് നമ്മളപ്പോൾ ചെറുതായിട്ട് ഇങ്ങോട്ട് ഒരു ബൗളിലോട്ട് സെർവ് ചെയ്യാം. ഗൈസ് നമ്മൾ ചിക്കൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇതാ ചിക്കൻ കറി. ഇതാണ് എൻ്റെ തട്ടിക്കൂട്ട് ചിക്കൻ കറി. ഗൈസ് അങ്ങനെ നമ്മുടെ ചിക്കൻ കറി സെറ്റായി. ഇനി അത് എടുത്ത് കഴിച്ചാൽ മതി. ഞാൻ ഇപ്പോൾ 7 മണിയാണേ ഉള്ളൂ. ഒരു 9 മണിക്ക് ആണെങ്കിൽ നമ്മൾ ഫുഡൊക്കെ കഴിക്കും. ഇനി അടുത്ത വീഡിയോ അടുത്ത എന്തെങ്കിലും പുതിയ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ.